നിതിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന കുടുംബത്തിന്റെ വാദം ശരിവെക്കുന്ന ശബ്ദ സന്ദേശം പുറത്ത്. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും തരണം ചെയ്യുമെന്ന് നിതിൻ സുഹൃത്തിനോട് പറയുന്ന ഓഡിയോ സന്ദേശമാണ് പുറത്തുവന്നത്. നിതിന്റെ മരണം സംബന്ധിച്ച് പ്രിൻസിപ്പൽ പറയുന്നത് കള്ളമെന്ന് സഹോദരി രാഖി ആരോപിച്ചു. മരണത്തിൽ വിശദാന്വേഷണം നടത്തണമെന്ന് വൈസ് ചാൻസലറോട് ഗവർണർ നിർദ്ദേശിച്ചു. അഞ്ചരക്കണ്ടി കോളേജിൽ ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന് നേരത്തെയും സമാനമായ ദുരനുഭവം കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നിർണായകമായ ഒരു ശബ്ദരേഖയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. തൻ്റെ സുഹൃത്തിനോട് ഏതാനും നാളുകൾക്ക് മുമ്പ് നിതിൻ രാജ് തന്നെ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തുടർച്ചയായ ദുരനുഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാലും ഡോക്ടർ എന്ന പേര് അല്ലെങ്കിൽ ഡോക്ടറായി ഇവിടുന്ന് പഠിച്ചിറങ്ങേണ്ടത് അത് മാത്രമാണ് തൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും താൻ അതിനെ നേരിടും, ഒരു കാരണവശാലും പിന്മാറില്ല, പിന്തിരിയില്ല എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രിൻസിപ്പളും HODമാരും നിനക്കറിയുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് DA എക്സാം നടന്നല്ലോ ലാസ്റ്റ്. അപ്പോൾ ഒരു കൊച്ചു സാറ് അറിയുന്നില്ല, ഒരു വെളുത്ത ഒരു പൊക്കം കുറഞ്ഞൊരു സാറ്. അപ്പോൾ ആ സാറ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഇത് കാണണമെന്ന് പറയുന്നത് നമുക്കൊന്ന് കാണണമല്ലോ എന്ന് ചോദിച്ചു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ അവരെന്തായാലും ആക്ഷൻസ് എടുക്കുമെന്ന് പറഞ്ഞു. കാരണം കുറേ കംപ്ലയിൻറ്റ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ എൻ്റെ അടുത്ത് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, മെൻ്റലി തളർത്തുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം വന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. ഞാൻ ഡ്രോപ്പ് ആക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. എനിക്കും എന്നെ പോലെയാണ്. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പഠിക്കണം, ഗ്രാജുവേറ്റഡ് ആകണം, ഡോക്ടറായി ഇറങ്ങണം. അതിപ്പോൾ ഇനി ആരൊക്കെ തളർത്താണ്ടായിരുന്നെങ്കിലും അവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് എന്തായാലും നേടിയെടുത്തിരിക്കും. അതിനിടെ കോളേജ് മാനേജ്മെന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിതിൻ രാജിന്റെ കുടുംബം വീണ്ടും രംഗത്തെത്തി. പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കമാണ് നടത്തുന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ ഇപ്പോഴും ദുരൂഹത ഉണ്ട് എന്നാണ് കുടുംബം ആവർത്തിക്കുന്നത്. അതേസമയം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ കഴിഞ്ഞ ദിവസം നിതിൻ രാജിന്റെ ആര്യനാടുള്ള വസതിയിൽ സന്ദർശനം നടത്തി കുടുംബത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വൈസ് ചാൻസലർ കൂടിയായ മോഹൻ കുന്നുമ്മൽ ഗവർണർ ചാൻസലറും ഗവർണറുമായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ ലോക് ഭവനിൽ നേരിൽ കണ്ട് അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ ഭാഗമായി ആരോഗ്യ സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണ സംഘം നാളെ കോളേജിൽ പരിശോധന നടത്തും, സിറ്റിംഗ് നടത്തും. അതിനുശേഷം നിതിൻ രാജിന്റെ സഹപാഠികളിൽ നിന്നും കോളേജ് അധികൃതരിൽ നിന്നും മൊഴിയെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ മൊഴിയെടുത്തതിന് ശേഷം ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും വകുപ്പ് തല നടപടികൾ ആരോപണ വിധേയരായ 2 അധ്യാപകർക്കെതിരെ ഉണ്ടാകുക എന്നാണ് സൂചന. വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഈ കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടതിന്റെ അനിവാര്യത വൈസ് ചാൻസലറോട് ചാൻസലർ കൂടിയായ ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് മാനേജ്മെന്റിനെതിരെയും അന്വേഷണം. പഴയങ്ങാടി മാട്ടൂൽ സ്വദേശി അബ്ദുൾ ജബ്ബാർ ഹാജിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ്. ഇയാളുടെ ഉടമസ്ഥതയിൽ കാസർഗോഡ് പൊയിനാച്ചിയിലുള്ള സെഞ്ചുറി ഡെന്റൽ കോളേജിന്റെ അംഗീകാരം നഷ്ടപ്പെട്ടിരുന്നു. കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷനാണ് അംഗീകാരം റദ്ദ് ചെയ്തത്. ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. പൊയിനാച്ചി സെഞ്ചുറി ഡെന്റൽ കോളേജിനെതിരെ പരാതി നൽകിയ ആളുടെ പ്രതികരണത്തിലേക്ക് പോകും. സെഞ്ചുറി ഡെന്റൽ കോളേജിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തമായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു. മാലിന്യ പ്രശ്നം അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രശ്നം ഹിന്ദു ഐക്യവേദിയിലെ ഒരു ജില്ലാ ഭാരവാഹി എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാനത് വളരെ വ്യക്തമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അതൊരു DMO, കളക്ടർ, അങ്ങനെ ആധികാരികമായി ഞാൻ എല്ലാ സ്ഥലത്തും ആദ്യമായിട്ട് സെഞ്ചുറി ഡെന്റൽ കോളേജിനെതിരെ ആദ്യമായിട്ടൊരു പരാതി അങ്ങനെയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടറും DMOയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പഞ്ചായത്ത് എല്ലാം പരിശോധിക്കുമ്പോൾ മാലിന്യ പ്രശ്നത്തിൽ ഒരു തരത്തിലുള്ള അംഗീകാരവും അതിനില്ല. പഞ്ചായത്തിൻ്റെ അംഗീകാരം പോലും ഇല്ല എന്നാണ് അന്ന് പഞ്ചായത്തിൻ്റെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനിൽ പോയിരുന്നു. ജസ്റ്റിസ് മോഹൻകുമാർ ആയിരുന്നു ഇത് നോക്കിയിരുന്നത്. അത് അടച്ചുപൂട്ടണം എന്നുള്ള നിലപാടായിരുന്നു ജസ്റ്റിസ് മോഹൻകുമാറിനുണ്ടായിരുന്നത്. ഇത്രയും കാലത്തിനുള്ളിൽ അവർക്ക് ഈ അംഗീകാരങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെയോ പിൻബലത്തിലായിരുന്നു അവർ ഇങ്ങനെ നിന്നിരുന്നത്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ മാനേജ്മെന്റ് ആരാണെന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉയർന്നു വന്നത്.
ഇതിലെ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ജബ്ബാർ ഹാജി എന്ന് പറയുന്ന പഴയങ്ങാടി മാട്ടൂൽ സ്വദേശിയായ ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൻ്റെ ട്രസ്റ്റ് ചെയർമാൻ്റെ അതേ പേരിലുള്ള സ്ഥാപനമാണ് കാസർഗോഡ് ജില്ലയിലെ സെഞ്ചുറി മെഡിക്കൽ കോളേജ്. ഈ സെഞ്ചുറി മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലവും മാലിന്യ പ്രശ്നവും അങ്ങനെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ അവിടെ ഇപ്പോൾ അതിൻ്റെ അംഗീകാരം റദ്ദാക്കിയിരിക്കുന്നു. മാത്രമല്ല 2 വർഷമായി ഇവിടെ പുതിയ ബാച്ചുകൾ അഡ്മിഷനും എടുക്കുന്നില്ല. നിലവിലുള്ള കുട്ടികളെ സംസ്ഥാനത്തെ മറ്റ് ദന്തൽ കോളേജുകളിലേക്ക് മാറ്റണമെന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതേ ജബ്ബാർ ഹാജിയുടെ ഉടമസ്ഥയുള്ള അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഭൂമി സംബന്ധമായ കേസ് നിലവിലുണ്ട്. ആ കേസിൽ ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഈ ഭൂമി ഒഴിഞ്ഞു കൊടുക്കണമെന്നത്. പക്ഷേ അതിലൊരു സ്റ്റേ ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇദ്ദേഹം കനേഡിയൻ പൗരനായിരുന്നു നേരത്തെ. നിലവിൽ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇദ്ദേഹം നാട്ടിലേക്ക് എത്തിയതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാസർഗോഡ് സെഞ്ചുറി ഡെന്റൽ കോളേജിലേക്ക് ഇദ്ദേഹം എത്തിയിരുന്നു. പ്രിൻസിപ്പൽമാർക്ക്, അതായത് അവിടെയുള്ള HOD മാർക്കാണ് പൊതുവെ ഇദ്ദേഹം ഈ ചുമതലകൾ ഏൽപ്പിക്കാറുള്ളതും അവരാണ് ഈ കോളേജിൻ്റെ മുഴുവൻ കാര്യങ്ങളും നോക്കാറുള്ളത്. അതായത് മാനേജ്മെൻറ്റ് തലത്തിൽ യാതൊരു ഉത്തരവാദിത്വവും നിറവേറ്റാത്ത ഒരു അവസ്ഥയാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലുള്ളതെന്ന് പറയേണ്ടി വരും. ഇവിടെയും അടിസ്ഥാന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. വിദ്യാർത്ഥികൾ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് അവിടെയുള്ള അധ്യാപകർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതോടൊപ്പം പഠന സംബന്ധമായ കാര്യത്തിൽ പലതരത്തിലുള്ള കുറവുകളും ഇവിടെയുണ്ട്. വലിയ പ്രശ്നങ്ങളുണ്ട്. അത് വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുമുണ്ട്. എന്നാൽ മാനേജ്മെൻറ്റ് തലത്തിലുള്ള ഒരു ചർച്ച വേണമെന്ന് ആവശ്യമായിരുന്നിട്ടും ആരും തന്നെ എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. നാളെ ഒരു പക്ഷേ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയേക്കാം. റാം എന്ന് പറയുന്ന അധ്യാപകനെ ഇവിടെ പുറത്താക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നേക്കാം. അപ്പോഴാണ് ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന പുതിയ കാര്യം പുറത്തു വരുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള തന്നെ മറ്റൊരു ഡെന്റൽ കോളേജ് അടച്ചു പൂട്ടിയിരിക്കുന്നു, അതിൻ്റെ അംഗീകാരം റദ്ദാക്കിയിരിക്കുന്നു എന്ന കാര്യം. നിലവിൽ ഈ ഒരു ഭൂമി കറുവപ്പട്ട എന്ന് പറയുന്ന ഈ ഒരു വസ്തു ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളൊരു ക്യാമ്പസ് കൂടിയാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 300 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ഒരു പ്രദേശം. ഏതായാലും ഇവിടെ നേരത്തെ ബ്രണ്ണൻ സാഹിബിൻ്റെ ഉടമസ്ഥയിലുള്ളതായിരുന്നു ഈ സ്ഥലം. പിന്നീടാണ് ഇദ്ദേഹം മറ്റൊരാളിൽ നിന്നും ഈ സ്വന്തമാക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബംഗ്ലാവ് ഇടിച്ച് പൊളിച്ചതിന് ശേഷമാണ് ഇങ്ങനെ കോളേജ് സമുച്ചയം ഇവിടെ പണിയുന്നതും. മാത്രമല്ല ഇവിടെ നേരത്തെ MBBS-ഉം ഫാർമസിയും ഉൾപ്പെടെ നിരവധി കോഴ്സുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം അംഗീകാരമില്ല എന്ന കാരണത്താൽ ഓരോ ഘട്ടമായി അത് അടച്ചുകൊണ്ടുള്ള സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ BDS മാത്രമാണ് ഇവിടെ ഇപ്പോൾ ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. അതും ഇത്തരത്തിലുള്ള ഒരു വലിയ ആശങ്ക ഉണ്ട്. ഈ ഭൂമി സംബന്ധമായ കേസുണ്ട്. അത് ഒരു സാമൂഹ്യ പ്രവർത്തനം നൽകിയ കേസാണ് ഇപ്പോൾ നിലവിലുള്ളത്, കോടതിയിൽ നിലവിലുള്ളത്. എന്തായാലും അത് സംബന്ധിച്ച് ഒരു അന്തിമ വിധി വരാനിരിക്കെ ഇത്തരം വലിയൊരു പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി വലിയ അനിശ്ചിതത്വം അവർ പറയുന്നുണ്ട്. അത് സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ട്. അതിലൊരു വ്യക്തത വരുത്തണം. അതിന് മാനേജ്മെൻറ്റ് നേരിട്ട് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. അത്തരം കൂടിക്കാഴ്ചകൾ ഇനി ഉണ്ടാകുമോ? കഴിഞ്ഞ ദിവസം ഈ റാമിനെതിരെ നടപടിയെടുക്കും, ഇദ്ദേഹത്തെ ഈ കോളേജിൽ തന്നെ പുറത്താക്കുമെന്നായിരുന്നു മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നും കിട്ടിയ വിവരം വിദ്യാർത്ഥികൾക്ക്. പക്ഷേ അതൊന്നും നടന്നില്ല. ഇനി നാളെ അത്തരത്തിലുള്ള ചർച്ച നടത്തിയതിനു ശേഷം അതിലൊരു തീരുമാനമെടുക്കാമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനെയാണ് പ്രതീക്ഷിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി ആശങ്കയിലാക്കുന്ന ഈ ഒരു സാഹചര്യത്തിന് കൃത്യമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകേണ്ട എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതോടൊപ്പം വലിയ പ്രതിഷേധവും അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും അത് കൂടുന്നു എന്നതും ഏറ്റവും പ്രധാനമാണ്. നാളെയും അത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ ഒരുപക്ഷെ കോളേജിലേക്ക് ഉണ്ടായേക്കാം. വലിയ തോതിലുള്ള ഒരു ആരോപണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു. റാം എന്ന് പറയുന്ന അധ്യാപകനെതിരെ നടപടി പുറത്താക്കണമെന്ന നടപടി അത് ഇതുവരെ മാനേജ്മെൻറ്റ് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോഴാണ് ഇത്തരത്തിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ട്രസ്റ്റ് ചെയർമാനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പുറത്തു വരുന്നതെന്നും ഏറ്റവും പ്രധാനമാണ്. KV ബൈജു, News 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.